എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഈ പോകുന്നത് ജയലക്ഷ്മിയിലാണ് കേട്ടോ. എനിക്ക് ലെഹങ്ക പിന്നെ സാരിയൊക്കെ നോക്കാനുണ്ട്, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി എത്തിയതിന് ശേഷം ഞാൻ വിചാരിച്ചു സാരി എല്ലാം നോക്കണം, കംപ്ലീറ്റ് നോക്കണം. നോക്കിയിട്ട് കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. എൻ്റെ മുഖമൊക്കെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നത്, അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ജയലക്ഷ്മിയിൽ എത്തിയിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ, ഭയങ്കര തിരക്കൊന്നുമില്ല. എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം ഞാൻ മേളിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പം മേളിലാണ് ഈ സാരി സെക്ഷനും സാരി അങ്ങനെ ഈ ബ്രൈഡലിൻ്റെ ആ സെക്ഷനിലാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ നല്ല കളേഴ്സിന് ഒരു പഞ്ഞവും ഇല്ല, ഒരുപാട് നല്ല കളേഴ്സിലുള്ള സാരീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസൊക്കെ തീർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നാലും അത്യാവശ്യം നമുക്ക് നോക്കിയെടുക്കാനായിട്ടുള്ളത് ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാരിയൊക്കെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്കെടുക്കാനാണ് വന്നത്. ഈ ഒരു തീപ്പട്ടി കളർ, ഞാൻ തീപ്പട്ടി കളർ എന്നാണ് പറയുന്നത്. തീപ്പട്ടി കളർ നല്ലൊരു ഭംഗിയുള്ളൊരു സാരി കേട്ടോ. നല്ല കളറ്, എനിക്ക് തോന്നുന്നു കളറ് വച്ചപ്പോൾ നല്ല ചേർച്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം. പിന്നെ ഞാൻ അങ്ങനെ ലെഹങ്ക ഗൗൺ ആ സെക്ഷനിലോട്ട് വന്നപ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര റേറ്റ് എല്ലാത്തിനും. കാരണം നമ്മൾ കുറച്ച് നേരം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരുപാട് 12,000 14,000 കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ വില നോക്കാതെ സാധനങ്ങൾ വാങ്ങാറുണ്ട്. ഇതെല്ലാം അതായത് ഒരു സാരി എന്താ പറയുക, സാരിയുടെ ആ ഒരു തുണി സെയിമാണ്, കളർ കോമ്പിനേഷൻ മാത്രം വ്യത്യാസം എന്നേ ഉള്ളൂ കേട്ടോ. അതാണ്ട് ഈ ഒരു സാരി, ഈ സിൽക്ക് സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ എടുത്തില്ല, കാരണം ഞാൻ അതിന് മുന്നേ ഞാൻ വേറൊരു സാരി ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നി. കാരണം ഒരു ബ്രൈഡൽ ലുക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇതിന് ഒരു തീപ്പട്ടി കളറ് ബ്ലൗസൊക്കെ ഇടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു കോമ്പിനേഷനും മഞ്ഞ ബ്ലൗസ് ഇതൊക്കെ നല്ലതായിരിക്കും. ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ട്രയൽ നോക്കി കേട്ടോ. കുറച്ച് ഓഫീസിൽ ഇടാൻ പറ്റിയ കുറച്ച് ടോപ്പും പാൻറ്റും ആയിട്ടുള്ള കുറച്ച് ഞാൻ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കി. ഇത് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. പക്ഷേ എനിക്കെന്തോ ഒരു കംഫർട്ട് അല്ലാത്തതുപോലെ തോന്നി, അതാണ് ഞാൻ മുഖം ഇങ്ങനെ ആട്ടിയത്. പിന്നെ അങ്ങനെ ഞാൻ ലെഹങ്ക ഒന്ന് ഇട്ട് നോക്കി കേട്ടോ. ലെഹങ്ക ഇട്ടുന്നപ്പോൾ ഈ ഒരു ലെഹങ്ക വൈറ്റ് ഷെയ്ഡ്, ഇത് ഏട്ടന് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞു വെള്ളയും കൊടുത്തുകൊണ്ട് ഞാനിത് മറ്റേ കല്യാണത്തിന് പോകണം, കല്യാണത്തിനാണ് പോണത്. പക്ഷേ കല്യാണ പെൺപിള്ളേർ നിൽക്കുന്ന ലെവലിൽ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതാണ് ഞാൻ ലാസ്റ്റ് ഫൈനൽ എടുത്ത ലെഹങ്ക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുതേ. പിന്നെ ബാക്കിൽ കാണുന്ന ആ ഓറഞ്ച് ഉണ്ടല്ലോ, സൈഡിൽ കാണുന്ന ആ ഓറഞ്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഭയങ്കര റേറ്റായിപ്പോയി. കാരണം 16,000 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരു നേരം ഉടുക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ്, ഞാനിപ്പോൾ ഈ എടുത്തതിൻ്റെ ആഷ് കളറിൻ്റെ ബ്ലൗസ് എന്താ പറയുക, ബ്ലൗസ് കുറച്ച് ഒരു ഡള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കണ്ടോ. ഒരു ഷെയ്ഡ് എന്തോ ഒരു മങ്ങൽ പോലെ ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും ഞാനങ്ങ് എടുത്തു, കാരണം ഒരുപാട് നോക്കി. എന്നാലും അമ്മയൊക്കെ പറഞ്ഞു കുറച്ചുകൂടെ ഡാർക്ക് എടുക്കാമായിരുന്നു നിനക്ക്, ഇത് ലൈറ്റായിപ്പോയി. പക്ഷേ എനിക്ക് ഇട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും ഡാർക്കല്ലേ ഇടുന്നത്, അപ്പോൾ ഒരു ചേഞ്ചിന് ലൈറ്റൊക്കെ ഇട്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ അങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളെടുത്തു. ഇത് ഫൈനൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി ഷോളും കൂടെ ഇട്ട് തരുന്നുണ്ട്. അവർ തന്നെ ട്രയലെല്ലാം സെറ്റാക്കി തരും. ഇപ്പോൾ സാരി ആണെങ്കിൽ അതെല്ലായിടവും അങ്ങനെയാണ്. പിന്നെ ഞാൻ ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്തിട്ട് ചോദിക്കും എനിക്ക് കൊള്ളൂലേ എന്ന്. പക്ഷെ വച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇത് ഫംഗ്ഷനൊക്കെ ഇട്ടപ്പോൾ എനിക്ക് വേറെ കുഴപ്പം, എനിക്ക് എന്താ പറയുക, നമ്മളെപ്പോഴും ഡാർക്ക് ഇടുന്നതിലും ഒരു ചെറിയൊരു വ്യത്യാസമായിട്ട് ഇടുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ അതങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ സാരിയിലോട്ട് വന്നു. ഈ ടിഷ്യൂ സിൽക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് സാരിയൊക്കെ ഒരുപാട് കണ്ടു. പിന്നെ അതിനിടയിൽ എൻ്റെ സ്ഥിരം ഒരു ഇതാണ് സെൽഫി എടുക്കുക എന്നുള്ളത്. അത് എനിക്കെന്തോ അത് അങ്ങ് അലിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് എടുത്തു, സെൽഫിയൊക്കെ എടുത്തു, സെറ്റായി. എന്നിട്ട് വീണ്ടും എന്താ പറയുക, ട്രയലൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് വീണ്ടും ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റി മെൻസ് വെയറിലാണ് വന്നത് കേട്ടോ. മെൻസ് വെയറിൽ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു.
ഞങ്ങൾക്ക് വാങ്ങാനുണ്ടായിരുന്നു, ഷർട്ട് വാങ്ങാനുണ്ടായിരുന്നു, പാൻറ്റ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്നും വാങ്ങി. അത്യാവശ്യം അവിടെ ഒന്നും ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ മെൻസ് സെക്ഷനിലൊന്നും ജയലക്ഷ്മിയിൽ അങ്ങനെ തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ അത്ര ഇതൊന്നുമില്ല, തിരക്കൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ഈ ഷർട്ടൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. ഷർട്ട് എടുത്തു. ഫൈനലി എല്ലാം വാങ്ങി താഴെ വെയിറ്റിംഗ് ആണ്. ആ വെയിറ്റിംഗ് ആണ് ഏറ്റവും പാട്. താഴെ മോളിൽ നിന്ന് ബാഗ് വന്നു എന്നിങ്ങനെ കുനിഞ്ഞ് നോക്കി അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾസൊക്കെ നോക്കിയിട്ട് എത്തിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും ടൈം, ഒരുപാട് ടൈം പോയി കേട്ടോ, ഒരുപാട് ടൈം പോയി. പിന്നെ ഫൈനലി ബാഗൊക്കെ കൊണ്ട് കാറിൽ വെച്ചു, ഞാൻ യാത്രയായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.